മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. വ്യോമയാന മന്ത്രാലയം, DGCA, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവർ ഇടപെട്ട് യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഭാരവാഹികളുടെ യോഗം ആവശ്യപ്പെട്ടു. 300-ൽ താഴെ വരുന്ന ക്യാബിൻ ക്രൂവിന്റെ മിന്നൽ സമരം മൂലം 90-ലധികം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ നിന്നുള്ള സർവീസ് റദ്ദാക്കിയ നടപടിയിൽ ബന്ധപ്പെട്ടവരുടെ പേരിൽ മനുഷ്യാവകാശ ലംഘനത്തിനും ജോലി നഷ്ടപ്പെട്ടവർക്ക് ഉൾപ്പെടെ നഷ്ടപരിഹാരം നൽകുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ അടിയന്തര യോഗം ആവശ്യപ്പെട്ടു. മുൻകൂട്ടി അറിയിക്കാതെ ബോർഡിംഗ് പാസ് നൽകി യാത്ര മുടങ്ങി വിമാനത്താവളത്തിൽ കുടുങ്ങിയവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ പീഡിപ്പിച്ച അധികാരികളുടെ അനാസ്ഥയിൽ യോഗം പ്രതിഷേധിച്ചു. MDC ഓഫീസിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷവലിയർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. അമിത വിമാന നിരക്ക് നൽകി ടിക്കറ്റ് എടുത്ത നിരപരാധികളായ രോഗികളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ അർഹമായ നഷ്ടപരിഹാരം, ഇൻഷുറൻസ് ക്ലെയിം, റീഫണ്ട് എന്നിവ ലഭിക്കാൻ ബന്ധപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേവലം ജീവനക്കാരുടെ ആവശ്യം മാനേജ്മെന്റ് ആയിട്ടാണ്, യാത്രക്കാരായിട്ടല്ല. അത് യാത്രക്കാരുടെ വെല്ലുവിളി തന്നെയാണ്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇതിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി അനുവാദത്തോടുകൂടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരെ സമീപിക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. മുൻ എയർപോർട്ട് ഉപദേശക സമിതി അംഗം ഡോക്ടർ K. മൊയ്തു യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരു ആശ്വാസം നൽകുന്നത് നമ്മുടെ ചാപ്പണിക്ക് ഡയറക്റ്റായി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടാൻ ഉള്ള ഒരു സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിമാന കമ്പനികളുടെയും ചില ക്യാബിൻ ക്രൂ യൂണിയനുകളുടെയും നിരക്കുകൊള്ളയും ചൂഷണവും അവസാനിപ്പിക്കണമെന്നും എല്ലാ അനുമതിയും ലഭിച്ച UAE കേരള യാത്രാ ചരക്ക് കപ്പൽ സർവീസ്, മന്ത്രിസഭയുടെ 3ാം വാർഷികം, 4ാം ലോക കേരള സഭ എന്നിവയ്ക്ക് മുൻപായി ആരംഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൌൺസിൽ വൈസ് പ്രസിഡന്റുമാരായ സുബൈർ കൊളക്കാടൻ, ബേബി കിഴക്കേ ഭാഗം, സെക്രട്ടറി കുന്നോത്ത് അബൂബക്കർ, ട്രഷറർ MV കുഞ്ഞാമു, ഷംസുദ്ദീൻ മുണ്ടോളി, സുനിൽ K, CC മനോജ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇനി ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.